ചോളന്താ കളിക്കാൻ വിടാത്തെ? ഇവിടെ കല്യാണമാണ്, അതുകൊണ്ട് വിടുന്നില്ല. വിടപ്പാ വിടുന്നില്ല. നീ അകത്ത് കയറി. അമ്മേ, ഓ ഇന്നെന്താണ് നേരത്തെ വന്നല്ല കളിക്കാൻ പോയിട്ട്? ഇല്ലെങ്കിൽ ഈ സമയം നല്ലല്ല. ലച്ചുന്റെ കല്യാണാണ്. കല്യാണോ? ആരത്? ലച്ചുന്റെ. ഇത് നിങ്ങൾ ലച്ചുന്റെ വീട്ടിൽ പോയിനാ? എന്നിട്ടോ? ലച്ചുന്റെ അമ്മ പറഞ്ഞു കല്യാണാന്ന്, എന്നോടെ കളിക്കാറൊന്നും വിടൂലാന്ന്. എന്നിട്ടോ? എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇതെയാ, നീ പോയിട്ട് കുളിച്ചാട്ടെ. ഉണങ്ങിയിട്ടില്ലല്ലപ്പാ. സൗമ്യേ, അങ്ങനെ ചായ കുടിച്ചാണേ? ചായ കുടിക്കണം എത്രയാണേ? ഞാൻ നിന്റെ ചെക്കാൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞതാണേ. ഞാൻ തുണിയെടുക്കുമ്പോ അതിനോട് ഞാൻ സാധിക്കാൻ പറഞ്ഞു. എന്റെ മോള് വന്നിട്ട് പറഞ്ഞു ലച്ചുവിന് കളിക്കാൻ കൂട്ടാൻ പോയി. എന്റെ ലച്ചുവിന് അമ്മന്റെ നമ്മളെ കലമ്പീനി പോയിക്കോ പറഞ്ഞ് വാതിലടിച്ചെന്നെല്ലാം പറഞ്ഞിട്ട് പെണ്ണിന് ഭയങ്കര വിഷമം. അന്ന് വേഗം കളിച്ചിട്ട് വന്ന് എന്റെ മോൻ വേഗം വന്നിട്ടിരുന്നു. ഇത് വേഗം വന്നു. ഞാൻ വിചാരിച്ചാണ് ഇന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ. ചെറിയ പെണ്ണല്ലത്. ആ പോയി കല്യാണം പോയി. എന്റെ ഇതിനോടും കൂടെ പറയല അതിന് കണ്ടുപിടിക്കൂ. കല്യാണം കൊണ്ടുപോലാണ് എന്നാ വേണ്ടത്? എനക്കെന്തോ പോലെ ചെറിയ കുഞ്ഞല്ല. ഈ കളിച്ചിറക്കേണ്ട പ്രായത്തിൽ എന്തിനോളി ഇപ്പൊ ഈ കെട്ടിച്ചയക്കുന്നത്? നല്ല ആലോചനായിട്ട് വന്നിനാമോ? കൊമ്പത്ത് കയറി പിടിക്കാനായിരിക്കും എല്ലാരെക്കാട്ടും വേണ്ടാണ്. എനിക്കെന്തോ നമ്മളെ പോലത്തെ കുഞ്ഞിനല്ലേ നമ്മളെ മക്കളെ പോലെ. അതന്നെ ആര് പറഞ്ഞാലോള് കേൾക്കൂന്നില്ലേ? എടാ അതിനില്ലേ ഇതിനടുത്ത് പറയുന്ന കേട്ടോ, ഇങ്ങനെ വനിതാ ശിശു വികസന വകുപ്പിനെ അറിയിച്ചു കഴിഞ്ഞാല് അവര് വേണ്ട നടപടികൾ സ്വീകരിച്ചോളൂ. നീ എന്നാ വിളിച്ചു നോക്കണേ? എന്നാല് നമ്മളെ കുഞ്ഞിനെ പോലെ തന്നെ അല്ലേ? ഞാൻ നമ്പർ വെച്ചിട്ട് ഞാൻ വിളിക്കാം. ഞാൻ പോട്ടെ. പെണ്ണിനോ ഞാൻ ചെക്കനോ നീ വിളിക്കണേ? എന്നോട് പറയണേ. ഞാൻ പറയാം. ഹലോ ഹലോ, ഇത് വനിതാ ശിശു വകുപ്പല്ലേ? അതെ മേഡം, ഞാൻ കാര്യം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞോളൂ. എന്റെ വീടിനടുത്ത് ഒരു ചെറിയ കുട്ടിയുടെ ഒരു മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്ര വയസ്സുള്ള കുട്ടിയുടെ? ഒരു 10-12 വയസ്സേ ഉണ്ടാവുള്ളൂ മേഡം. 12 വയസ്സുള്ള കുട്ടിയുടെയോ? 12 വയസ്സേ ഉള്ളൂ, ചെറിയ കുട്ടിയാണ്. ഡേറ്റ്, കല്യാണത്തിന്റെ ഡേറ്റ് നമുക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ എന്റെ മക്കള് ഇങ്ങനെ കളിക്കാൻ പോയപ്പോ അവരാണ് പറഞ്ഞത് അവളെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവളെ കളിക്കാനൊന്നും വിടുന്നില്ല എന്നുള്ള വിവരം. മക്കളും അറിയില്ലാതെ ഞാൻ അറിഞ്ഞത്. അപ്പൊ നമ്മളിത് നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാല് അവരതൊന്നും അനുസരിക്കൂല. അപ്പൊ അതുകൊണ്ടാണ് മേഡത്തിനെ വിളിച്ച് അറിയിക്കുന്നത്. ഓക്കെ. ഇത് 13 വയസ്സുള്ള കുട്ടികളുടെ ഒന്നും കല്യാണം ഈ ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കാത്ത കാര്യമാണ്. അതൊക്കെ തെറ്റായ ഒരു പ്രവണതയാണ് സമൂഹത്തിൽ. അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എവിടെയാണ് പ്രോപ്പറായിട്ട് സ്ഥലം എവിടെ വരുന്നത്? ഇത് മോറായ വെള്ളിക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് മേഡം. ഓക്കെ മേഡം, ഞാനിത് അറിയിച്ചു എന്നുള്ളത് പുറത്ത് അറിയാൻ പാടില്ല. ഇല്ല, അതൊന്നും ഒരിക്കലും പുറത്ത് പറയില്ല കേട്ടോ. ഇതൊക്കെ കൃത്യമായിട്ട് വിവരം നൽകുന്ന ഐഡന്റിറ്റി ഒന്നും ഒരിക്കലും പുറത്ത് പറയത്തില്ല. ഇതൊക്കെ സംസ്ഥാനത്തെ വനിതാ ശിശു വികസന വകുപ്പിന്റെ പുതിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് ഞങ്ങളെ വിളിച്ചറിയിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ അതിനൊരു പാരിതോഷികം കൂടെ നൽകുന്നുണ്ട്. ഓക്കെ. ഇതിനെതിരെ വേണ്ട ഞങ്ങൾ എന്താന്ന് വെച്ചാൽ അതിനെതിരെ വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇത് അറിയിച്ചതിന് വളരെ നന്ദി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. ലച്ചു വന്നേ.
എടി